എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റൂം ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് റൂം ക്ലീൻ ചെയ്യുന്നത്, കാരണം കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ റൂമിനേക്കാളും കൂടുതൽ മെസ്സായി കിടക്കുന്നത് ഡൈനിങ് ടേബിളാണ്. കാരണം ഞാൻ എക്സാം ടൈമിൽ കൂടുതലും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡൈനിങ് ടേബിളാണ് കൂടുതലും മെസ്സായിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ റൂമും മെസ്സ് തന്നെയായിരുന്നു. കാരണം ഞാൻ അവിടെ ഇരുന്നിട്ടും പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രണ്ടും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിലെ ബുക്സൊക്കെ ആദ്യം എടുത്തിട്ട് റൂമിൽ കൊണ്ട് വെച്ചു. പിന്നെ ഞാൻ റൂമിലുണ്ടായിരുന്ന, അതായത് ഞാൻ ഒട്ടിച്ച് വെച്ച കുറേ ടൈം ടേബിളും പിന്നെ ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കീറിക്കളഞ്ഞു. ഇനി ആ സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് ഫില്ല് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൈനിങ് ടേബിളിൽ നിന്ന് ഞാൻ കുറേ ബുക്സ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഫുള്ള് വേർതിരിച്ച് വെക്കണം, ആവശ്യമുള്ളതും ഇല്ലാത്തതും. പിന്നെ ഗൈഡ് വേറെ, ടെക്സ്റ്റ് വേറെ, നോട്ട് ബുക്സ് വേറെ, അങ്ങനെ എല്ലാതും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് രാത്രി ഒരു 10:30 ടൈമിലാണ്. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 11:30-12 മണി ഏകദേശം ആ ഒരു ടൈമിലാണ് ഞാൻ ബാക്കി പണിയൊക്കെ ചെയ്തത്. പിന്നെ ഇതിൽ കാണുന്ന കുറേ പേപ്പറൊക്കെ എനിക്ക് ആവശ്യമുള്ള പേപ്പറാണ്. അതായത് ഞാൻ കുറേ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ട്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും എനിക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോട്ടൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന്. അതായത് ഞാൻ ഉണ്ടാക്കിയ നോട്ടൊക്കെ ആണെങ്കിൽ ഞാനത് ഒരു ഫയലിലാക്കിയിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ്. ഞാനൊരു 3-4-5 ഫയലുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്താണ് വെക്കാറ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ, നോട്ട്സ് വേറെ, ഇമ്പോർട്ടൻ്റ് ആയ വേറെ കാര്യങ്ങൾ വേറെ, അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അപ്പോൾ എന്തായാലും മിസ്സായി പോവില്ല, ആവശ്യം വരുമ്പോൾ ഫയലിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഷെൽഫ് ഫുള്ള് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എന്നോ പ്രിൻ്റ് ചെയ്ത് വെച്ചാണ്, കുറേയൊക്കെ അല്ലാണ്ട് ഞാൻ കളക്ട് ചെയ്തതുമാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ചുമരിൽ ഒട്ടിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കുറേ ടൈം ടേബിളും അതേപോലെ തന്നെ ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു വാളിൽ. അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞു. അപ്പം ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചപ്പോഴും എനിക്ക് അത്യാവശ്യം ഭംഗി തോന്നി. പിന്നെ ഞാൻ ലേറ്റസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേരൊക്കെ കുറേ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഒരു 1 or 2 വീക്സിനുള്ളിൽ ഞാൻ എന്തായാലും അതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ 12th ചാപ്റ്റേഴ്സിനൊക്കെ പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ആ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ എൻ്റെ ഫേവറേറ്റ് സൈഡായ ആ സൈഡിൽ ഞാൻ കുറേ ഫോട്ടോസ് ഒട്ടിക്കുകയാണ്. അതായത് ഞാൻ ആ സൈഡ് സത്യം പറഞ്ഞാൽ കോളായിട്ടിരിക്കുകയായിരുന്നു. കാരണം ആ പേപ്പർ പറിച്ച പാടൊക്കെ അതിൽ വൃത്തി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡൊക്കെ ഒന്ന് ഏകദേശം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം വലിയ ബോറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ റൂം ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടും. പിന്നെ നിങ്ങളെ വെക്കേഷൻ പ്ലാൻസ് എന്തൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അങ്ങനെ ഞാൻ മെല്ലെ ഓരോ ഫോട്ടോസും വാളിൽ ഒട്ടിച്ച് വെക്കുകയാണ്. അത് ഒട്ടിക്കുന്നതിന് മുമ്പിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്താലാണ് ഭംഗി എന്നൊക്കെ. പക്ഷേ പിന്നെ റാൻഡമായിട്ട് ഇങ്ങനെ ഒട്ടിക്കുക ചെയ്തത്. പിന്നെ ഞാൻ പെന്നും പെൻസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കാർഡ്ബോർഡ് എടുത്തു. ആൻഡ് ഇനി ഇത് ഒരു ബ്ലാക്ക് ചാർട്ട് വെച്ചിട്ട് കവർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് ആവശ്യമില്ല, അല്ലാണ്ട് ചെയ്താൽ മതി. ഞാൻ പിന്നെ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഈ തറ ഫുള്ളൊന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫുൾ അടിച്ചു വാരി കളഞ്ഞു. സത്യം പറഞ്ഞാൽ പൊടീനേക്കാളും കൂടുതൽ ഈ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളെല്ലാം കൂടുതലും. അപ്പോൾ അതെന്തായാലും വൃത്തിയാക്കണം. പിന്നെ ഞാൻ കർട്ടൻ ഒന്ന് ഊരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഊരിയത്. അത് മണ്ടത്തരാണ്. പിന്നെയാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ പിന്നെ എന്തായാലും അത് ഊരി പിന്നെ ഒന്നുകൂടി ഞാൻ അടിച്ചു വാരി. അത് സത്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കർട്ടൻ തട്ടിക്കൊടഞ്ഞ് എല്ലാ ഇതൊന്നും വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി. അങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് ഈ ബെഡ്ഷീറ്റിൻ്റെ തലാണുറ കാണുന്നില്ല. പിന്നെ ഞാൻ വേറെ ഏതോ ഒരു ബെഡ്ഷീറ്റിൻ്റെ തലാണുറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ലാസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ബെഡ്ഷീറ്റും വിരിച്ചു. പിന്നെ ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് ടേബിളിൻ്റെ അടുത്തുള്ള ഒരു ഷെൽഫാണ്. ഇതിനെ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചത്. ആ മുകളിലുള്ളത് ഫുള്ള് നോട്ട്സും പിന്നെ അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ടേബിള്, പിന്നെ വാൾ, ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നും കൂടി കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. ബൈ.